ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 3-ാം തീയതി, ആണ്ടുവട്ടത്തിലെ 22-ാം വാരം, ബുധനാഴ്ച. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ 4-ാം അധ്യായം 38 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവ് ശിമയോന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പനി ബാധിച്ചു കിടക്കുന്ന ശിമയോന്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തുകയും അത് കണ്ടറിഞ്ഞതിന് ശേഷം അവരുടെ സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ രോഗബാധിതരും പിശാചബാധിതരുമായിട്ടുള്ള എല്ലാവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് അവരെല്ലാവരും സൗഖ്യം നേടുന്ന ഒരു ഭാഗം. ഏറ്റവും അവസാനത്തെ കാര്യമായി വളരെ മനോഹരമാണ്. കർത്താവ് ഇതെല്ലാത്തിനും ശേഷം വിശദമായൊരു സ്ഥലത്തേക്ക് മാറുന്ന അവസരത്തിൽ ഈ അനുഗ്രഹം കിട്ടിയവരെല്ലാവരും കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനോട് ഞങ്ങളെ വിട്ടുപോകരുത് എന്ന് പറയുന്നൊരവസരമാണ്. അവിടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ പട്ടണങ്ങളിലും എല്ലാവർക്കും സത്വാർത്ത അറിയിക്കാനാണ്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവനത്തിലച്ചൻ പറയുന്നൊരു മനോഹരമായിട്ട് ചിന്തയുണ്ട്. ഇന്ന് എല്ലാവരും ഒരു പ്രോസ്പെരിറ്റി ഗോസ്പലിൻ്റെ പിന്നാലെയാണ്. എല്ലാവരും അനുഗ്രഹിക്കുന്ന, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പിന്നാലെ. അതുകൊണ്ട് തന്നെ ധ്യാന കേന്ദ്രങ്ങളിലും നൊവേന സെൻ്ററുകളുമൊക്കെ തിങ്ങി നിറഞ്ഞ ആൾക്കാർ വരികയാണ്. എന്തിനാണ്? അനുഗ്രഹം എങ്ങനെയെങ്കിലും പിടിച്ചു മേടിക്കണം. അതുകൊണ്ട് തന്നെ അനുഗ്രഹം കിട്ടുമ്പോൾ ഒരാൾക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. എവിടെയോ അനുഗ്രഹം വൈകി പോകുമ്പോൾ വളരെയധികം ദുഃഖത്തോടുകൂടെ പിന്നെയും നിരാശയിലേക്കും അല്ലെങ്കിൽ പിന്നെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് കർത്താവ് നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ഈശോ ഞങ്ങളെ വിട്ടുപോകരുതെന്ന് ആവശ്യപ്പെടുന്ന ആ ജനത്തോട് കർത്താവ് പറയുന്നു, എൻ്റെ നിയോഗം എന്താണ്? എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് എല്ലാവർക്കും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാൻ, സത്വാർത്ത അറിയിക്കാൻ, രക്ഷയുടെ സുവിശേഷം അറിയിക്കാനാണ് കർത്താവ് തൻ്റെ നിയോഗമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. കർത്താവ് വന്നത് അതിനാണ് എന്ന് കർത്താവ് പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നുണ്ട്. ഇതൊന്നും നമ്മളോടും കർത്താവ് പറഞ്ഞു വെക്കുന്ന കാര്യം അതാണ്. നമ്മൾ തിടുക്കത്തിൽ ഓടിച്ചെല്ലേണ്ടത് ഗോസ്പൽ ഓഫ് പ്രോസ്പെരിറ്റിയുടെ പിന്നാലെയല്ല, ആ ഗോസ്പൽ ഓഫ് സാൽവേഷന്റെ പിന്നാലെയാണ്. രക്ഷയുടെ സദ്വാർത്തയിലേക്കാണ് നമ്മൾ ആകർഷിതരാവേണ്ടതും അതിനു വേണ്ടിയിട്ടാണ് തീക്ഷ്ണമായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതും. ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു ബോധ്യം മനസ്സിൽ വരേണ്ടത് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നശ്വരമായ കാര്യങ്ങളല്ല, ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അതിന് സഹായകമാകുന്ന കുറച്ച് അനുഗ്രഹങ്ങളല്ല പ്രധാനപ്പെട്ടത്. മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷയാണ്. എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന ആ രക്ഷ. നമുക്ക് ഇന്ന് ഈ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ജീവിതത്തിലെ എൻ്റെ അന്വേഷണങ്ങളും പരിശ്രമങ്ങളും ഒക്കെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് ആവശ്യമായ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലാതെ നശ്വരമായിരിക്കുന്ന ആ വലിയ പ്രത്യാശ, ആ വലിയ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസമായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.